പിന്നെ മാസികകളിൽ പുതിയതായിട്ട് ഇറങ്ങുന്ന സിനിമകളെക്കുറിച്ച് നടത്തിയ ഗൗരവപരമായ നിരൂപണത്തിൽ കൂടിയാണ് ഞങ്ങളൊക്കെ ആ സിനിമകളെ പരിചയപ്പെട്ടത്. പക്ഷെ ആ നിരൂപണങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ കാണുന്ന രീതിയിലുള്ള നിരൂപണങ്ങളാണോ, അല്ലെങ്കിൽ അവർക്ക് പരിചിതമായ രീതിയിലുള്ള നിരൂപണങ്ങളാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അതിൽ പ്രധാനമായിട്ടും കഥ പറയുക എന്നുള്ളതാണ്. നിരൂപണം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ കഥ പറയുക, ആ കഥ പറഞ്ഞിട്ട് അഭിനയിച്ചവരുടെ പേര് പറയുക, അല്ലെങ്കിൽ അതിനകത്തുള്ള ഗാനങ്ങളെക്കുറിച്ച് പറയുക, അങ്ങനെ സംഭാഷണം. അത് സിനിക്കിനൊരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു, കോഴിക്കോടിന് വേറൊരു രീതി ഉണ്ടായിരുന്നു. കുറച്ച് പരിഹാസം കലർന്നതോ അല്ലെങ്കിൽ വിമർശനം, രൂക്ഷമായ വിമർശനം ഒക്കെ ആയിട്ട് തന്നെ ആ ഒരു വളരെ രസകരമായി വായിച്ചു പോകാവുന്ന ആ നിരൂപണങ്ങളായിരുന്നു വാസ്തവത്തിൽ ആ ആഴ്ചപ്പതിപ്പിന് തന്നെ ഓരോരുത്തരും അന്ന് വായിക്കാൻ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ആ നിരൂപണം ഒക്കെ വായിച്ചു വളർന്ന ഞങ്ങൾക്ക് പിന്നീട് വന്ന അടുത്ത ഒരു തലമുറ എന്ന് പറയുന്ന നിരൂപണങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കോളേജിലും സ്കൂളിലും കോളേജിലും ഒക്കെ എത്തിയപ്പോഴേക്കും വന്ന വേറെ ഒരു കൂട്ടം നിരൂപകർ. അവർ സിനിമയെ കണ്ടത് മറ്റൊരു രീതിയിലാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ശ്രീ എം എഫ് തോമസ് ഉണ്ട്, വിജയകൃഷ്ണനുണ്ട്, രാജകൃഷ്ണൻ ഉണ്ട്, അങ്ങനെ കുറച്ച് പേർ. അവര് പിന്നെ ഐ ഷൺമുഖദാസൻ്റെ, അപ്പം ഇങ്ങനെ കുറച്ചു പേര് അവർ തീർച്ചയായിട്ടും മറ്റു രീതിയിൽ. ഇപ്പോൾ നീലൻ വെടിരിപ്പുണ്ടായിരുന്നു, അദ്ദേഹം ഒക്കെ കൂടെ അന്ന് പിന്നെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആ ഒരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വളരെ കാര്യമായി കേരളത്തിൽ സജീവമായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗൗരവപരമായ ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങളുണ്ടായി. അതിൽ വന്നത് നമ്മൾ ആദ്യമായിട്ട് സത്യജിത്രയുടെ സിനിമകളെക്കുറിച്ചും ഋതുകട്ടക്കിൻ്റെ സിനിമകളെക്കുറിച്ചും മൃണാൾസിൻ്റെ സിനിമകളെക്കുറിച്ചും മാത്രമല്ല, പിന്നെ ഞാനൊക്കെ ചെറുപ്പകാലത്ത് തിരിച്ചറിയാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ ചിത്രലേഖയുടെ സ്ക്രീനിങ്ങിനൊക്കെ കണ്ടിട്ടുള്ള പല സിനിമകളും, പോളിഷ് സിനിമ അല്ലെങ്കിൽ ഫ്രഞ്ച് സിനിമ, ഇങ്ങനെ വളരെ നമുക്കൊരു മുൻ പരിചയമൊന്നും ഇല്ലാതെ കണ്ടിട്ടുള്ള സിനിമകളെക്കുറിച്ച് പിന്നീട് അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള അർത്ഥവത്തായ പിന്നെ നിരൂപണങ്ങൾ അല്ലെങ്കിൽ ഉൾക്കാഴ്ച പകരുന്ന നിരീക്ഷണങ്ങൾ ഈ വ്യക്തികൾ നമുക്ക് പകർന്നു തന്നു. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവരുടെ സിനിമാ സാക്ഷരത എന്ന് പറയുന്നത് വളരെ പിന്നെ പ്രാഥമികമായ ഇത് മാത്രമല്ല, സിനിമ ദൃശ്യമാധ്യമ രംഗത്തേക്ക് എന്നെപ്പോലുള്ളവർ കടന്നു വരാൻ നമ്മളെ പ്രേരിപ്പിച്ചത് വാസ്തവത്തിൽ അടൂരിൻ്റെ സ്വയംവരം തുടങ്ങി, അല്ലെങ്കിൽ അതിനു മുമ്പ് ഓളവും തീരവും തുടങ്ങി ഉണ്ടായ മലയാളത്തിനുണ്ടായ ഒരു നവസിനിമാ പ്രസ്ഥാനത്തിൻ്റെ നിർമാല്യം, ഉത്തരായണം, പിന്നെ കാഞ്ചനസീത, ഇങ്ങനെ തുടങ്ങുന്ന സിനിമയുടെ സമാന്തരമായി തന്നെ വളരെ ഗൗരവപരമായ സിനിമയുടെ ഫ്രെയിം മുതൽ അതിൻ്റെ പിന്നെ ഫ്രെയിം ഷോട്ട് മുതലായിട്ടുള്ള സിനിമയുടെ സാങ്കേതിക ഞങ്ങൾ ഉൾപ്പെടെ അതിൽ നിന്ന് ഒരു തിരക്കഥ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട തിരക്കഥ എന്ന് പറയുന്നത് വാചക കസർത്തല്ല, സംഭാഷണ ജഡിലമല്ല, എങ്കിൽ സംഭാഷണ ബാഹുല്യം നിറഞ്ഞതല്ല തിരക്കഥ എന്നുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന, നിശബ്ദതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന, ശബ്ദലേഖനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന അങ്ങനെയുള്ള നിരൂപണങ്ങൾ. ആ നിരൂപണങ്ങൾ ഒരുപക്ഷെ ഈ നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി പഠനങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർന്ന നിരൂപണങ്ങളായിരുന്നു ഇവരൊക്കെ വാസ്തവത്തിൽ നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഈ നിരൂപണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, ഈ നിരൂപണ പ്രസക്തി എന്ന് പറയുമ്പോൾ അന്നത്തെ ഈ ഫിലിം മാഗസിൻ എന്നൊരു പുതിയ കലാകൗമുദി ഫിലിം മാഗസിൻ എന്ന് പറഞ്ഞൊരു പുതിയ പ്രസിദ്ധീകരണം ഉണ്ടായി. അതിനു മുമ്പ് തന്നെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തോമസ് മാഷിനോട് സംസാരിച്ചപ്പോൾ അന്ന് അദ്ദേഹം ജനൈകത്തിൽ അദ്ദേഹം കുറേ കാലം പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നതിന് ശേഷം ജനൈകം സിനിരമ എന്നുള്ളൊരു ചലച്ചിത്ര പ്രസിദ്ധീകരണം തുടങ്ങിയപ്പോൾ അതിലെ ജർമ്മൻ സിനിമയെക്കുറിച്ച് എഴുതുന്ന അദ്ദേഹമാണ്. അപ്പം അന്നൊക്കെ ഇത്തരം സിനിമകൾ വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുറച്ചുകൂടെ ഒരു കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത്തരം നിരൂപണങ്ങൾ ഇതാദ്യമായിട്ടായിരുന്നു വായിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മലയാളത്തിൽ അങ്ങനെ ഒരു നവസിനിമാ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ നവനിരൂപണ പ്രസ്ഥാനം ആരംഭിച്ചതും ഈ പറഞ്ഞ ആളുകളാണ്. അന്ന് ചെറുപ്പക്കാരായിരുന്ന കുറച്ച് മനുഷ്യരാണ്. അതിനുശേഷം പിന്നെ ഇവിടെ പിന്നെ ചലച്ചിത്ര സൊസൈറ്റികൾ വ്യാപകമായി ഉണ്ടായി. ഫിലിം സ്ക്രീനിങ്ങൾ കേരളത്തിൽ തന്നെ, തിരുവനന്തപുരത്ത് തന്നെ എത്രയോ ചലച്ചിത്ര സൊസൈറ്റികൾ, ഫിലിം സൊസൈറ്റികൾ ഉണ്ടായി. ഞങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ അന്ന് ഫിലിം സൊസൈറ്റികളുടെ സ്ക്രീനിങ്ങിനാണ് കണ്ടിട്ടുള്ളത്, ചലച്ചിത്ര ഉൾപ്പെടെ. അല്ലെങ്കിൽ സൂര്യ ആദ്യം ഒരു ഫിലിം സൊസൈറ്റി ആയിട്ട് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ഇവിടെ ബാങ്ക് ജീവനക്കാരുടെ, അങ്ങനെ പല മേഖലയിൽപ്പെട്ടവരുടെയും ഫിലിം സൊസൈറ്റികൾ കേരളത്തിൽ സജീവമായി. തിരുവനന്തപുരത്ത് അത്തരം ഒരുപാട് സ്ക്രീനിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ നിരൂപണത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വന്നാണ്, ഇവരുടെ നിരൂപണത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വന്നാണ്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ചലച്ചിത്ര അക്കാദമി, KSFDC, ഇങ്ങനെയുള്ള പല സംഘടനകൾ ഉണ്ടാവുകയും ചലച്ചിത്ര
ചലച്ചിത്രോത്സവം നടക്കുകയും ഈ ഡോക്യുമെന്ററിയിൽ തോമസ് മാഷ് അവസാനം പറയുന്നുണ്ട്, ഒരു വളരെ ചെറിയൊരു കൂട്ടമായി സിനിമ കണ്ടുകൊണ്ടിരുന്ന ഇന്നത്തെ വലിയ 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 മേളകളായി മാറുന്ന, വലിയ ജനബാഹുല്യത്തിന്റെ മേളയായിട്ട് മാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത്തരം വലിയ ജനമാഹുല്യത്തിന്റെ മേളയായി നമ്മുടെ ചലച്ചിത്ര പ്രദർശനങ്ങൾ മാറി. പക്ഷെ നിരൂപണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ എന്നെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം. അന്നത്തെ മാതിരിയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള നിരൂപണം ഇന്നുണ്ടോ? അങ്ങനെയാണോ നിരൂപണങ്ങൾ? ഇപ്പൊ ചന്ദ്രശേഖരനെ പോലുള്ളവരെ മറന്നുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ചന്ദ്രശേഖരൊക്കെ വളരെ നിരന്തരം ആ നിരൂപണം നടത്തുന്ന ഒരാളാണ്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ എത്രയോ പുസ്തകങ്ങൾ പിന്നെ ഈ ചലച്ചിത്ര മാധ്യമത്തെ സംബന്ധിച്ച് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒറ്റപ്പെട്ടതല്ലാതെ സിനിമ കാണുക, അല്ലെങ്കിൽ ഇന്ന് മലയാള സിനിമയുടെ നിരൂപണം എന്ന് പറയുന്നത് കൂടുതലും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണ്. യൂട്യൂബിൽ ഒരു സിനിമ കണ്ടതിന് ശേഷം വന്ന് നിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അവർക്ക് ഇഷ്ടമായ രീതിയിൽ ആ സിനിമയെക്കുറിച്ച് എത്രമാത്രം പഠിച്ചിട്ടാണത് പറയുന്നത്. ചലച്ചിത്ര മാധ്യമത്തെക്കുറിച്ചുള്ള അറിവിന്റെ ഒരു 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 പിന്നെ പിന്താങ്ങ്, ഒരു പിൻബലം അവർക്കുണ്ടോ എന്ന് ചിലപ്പോൾ വല്ലപ്പോഴുമാണത് കണ്ടിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനസ്സിൽ തോന്നുന്ന ചില വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ പറയുകയും അങ്ങനെ അതിലൊരുപാട് പ്രേക്ഷകരുണ്ട്. അതിലൊരുപാട് കുട്ടികളും ചെറുപ്പക്കാരും അടങ്ങുന്ന ഒരുപാട് പേർ ഇങ്ങനെയുള്ള പുതിയ നിരൂപകർ യൂട്യൂബിലൂടെ വന്ന് പറയുന്നത് കേട്ടിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ചലച്ചിത്ര പിന്നെ വ്യവസായം തന്നെ, അതിന്റെ സംഘടനകൾ തന്നെ അതിനെക്കുറിച്ച് എതിർപ്പ് പ്രകടിപ്പിക്കുകയും കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്തിറങ്ങി വരുന്ന നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും ക്യാമറയായിട്ട് നിൽക്കുന്നവരോട് നമ്മൾ സിനിമ കൊള്ളാം കൊള്ളില്ല എന്ന് പറയുന്നത് ഒരു പുതിയ നിരൂപണത്തിന്റെ പുതിയൊരു രീതിയായി, പ്രേക്ഷകരുടെ പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് ഒരു പുതിയ നിരൂപണ ശൈലിയായി മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമകളെ ആഴത്തിൽ വിലയിരുത്തുന്ന, ആഴത്തിൽ അതിനെ നോക്കിക്കാണാൻ പ്രേക്ഷകർക്ക് സഹായകമാകുന്ന നിരൂപണങ്ങൾ ഇന്ന് മലയാളത്തിൽ എത്രമാത്രം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ പരിതാപകരമാണ് അവസ്ഥ എന്നെനിക്ക് തോന്നുന്നു. മാത്രമല്ല, നമുക്ക് ഒരുപാട് മാധ്യമ കോഴ്സുകൾ, എനിക്ക് ഈ ഹാളിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞു, ഞാൻ സമയം എടുക്കുന്നില്ല. ഒരു ചെറിയ ഞാൻ ഒരിക്കലും ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സത്യജിത്രയുടെ 3 സിനിമകൾ ഒരുമിച്ച് കാണിക്കാൻ തീരുമാനിച്ചു. കുട്ടികൾ, ജേർണലിസം സ്റ്റുഡൻസ് 3 ബാച്ച് ഉണ്ട്. അപ്പോൾ 3 സിനിമകൾ എന്ന് പറയുന്നത് അപ്പുത്രയാണ്, പതേർ പാഞ്ചാലി, പിന്നെ അപരാജിതോ, പൂസൻസാർ. അപ്പോൾ അവരോട് തലേ ദിവസമേ പറഞ്ഞു കുട്ടികളൊക്കെ ഒരുങ്ങി വന്നു. കുട്ടികൾ 3 ബാച്ചിലെയും കുട്ടികൾ, വൈകുന്നേരമുള്ള കുട്ടികളും കൂടെ അവിടെ വന്നു, കുറച്ച് മുതിർന്നവരും ആ കൂട്ടത്തിൽ. അപ്പോൾ രാവിലെ ഞാനതിൻ്റെ CD ആണെന്ന് ഇവിടെ ഈ മുറിയിൽ വെച്ച് കാണിക്കാൻ വന്നപ്പോൾ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഒരു അഭിപ്രായമുണ്ട്. എന്താണ് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാളുടെ തന്നെ 3 സിനിമ കാണണ്ട. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? ആ 3 സിനിമകൾ ഒരുമിച്ച് കാണിക്കുന്നതിൽ ഒരു ചെറിയ ഉദ്ദേശം ഉണ്ടായിരുന്നു എനിക്ക്. അതെന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതൊരു ബോറടിക്കും. 3 പേർ ഒരാൾ തന്നെ ചെയ്ത 3 സിനിമകൾ ഒരുമിച്ച് കണ്ട ബോറടിക്കും. അപ്പം അത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എന്താ? അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു. മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തനം, എൻ്റെ അടുത്ത സുഹൃത്ത്, അദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനും കൂടെ ഞങ്ങളൊക്കെ ബാല്യകാല സുഹൃത്തുക്കളുമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊക്കെ സബ് ടൈറ്റിൽ ഇല്ലാതെ പട്ടം കൽപ്പന തിയേറ്ററിൽ കണ്ട പടങ്ങളാണ് റേയുടെ പടങ്ങൾ. അതൊന്നും ഒരുമിച്ച് കാണാനൊരു അവസരമാണ്. ഞാനും കൂടെ വരാറുണ്ട്, പക്ഷേ എനിക്ക് വേറെ അടുത്ത് പോകണം. അപ്പം ഞാനിവിടെ എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് ഞാൻ ഒന്നും പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ബോറടിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പകരം കാണേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു മറുപടി തന്നെ അവർ പറഞ്ഞു. അവർക്ക് ജോൺ അബ്രഹാമിൻ്റെ അഗ്രഹാരത്തിൽ കഴുതുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതൊരു സിനിമയുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ആദ്യം പോലെ അത് കണ്ടോ. അപ്പോൾ ഞാൻ പതേർ പാഞ്ചാലി ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയായതുകൊണ്ട് അപ്പം ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ കൂട്ടത്തിൽ ഒരു കൂട്ടം കുട്ടികൾ ഓടി വന്നിട്ട് പറഞ്ഞു, സാർ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇത് കണ്ടാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. നിങ്ങൾ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മളിതെല്ലാം ഉറപ്പിച്ചതിന് ശേഷമാണല്ലോ. അല്ല, അത് ഞങ്ങൾക്കിത് കണ്ടാൽ മതി. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് അപ് ടു യു എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. ഞാൻ ഇത്തിരി ശുഭനായിട്ട് അവിടെ പോകുന്ന കണ്ടിട്ട് അപ്പുറത്ത് അവിടെ ഇരുന്ന സുഹൃത്തപ്പോൾ പോയില്ലായിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് കാര്യം? ഞാൻ പറഞ്ഞു, ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അന്നത്തെ ഒരു 10-15 വർഷം മുമ്പുള്ള കഥയാണിത്. അന്നത്തെ യുവതലമുറയെ കുറിച്ച് പഠിച്ചിട്ട് ഞങ്ങളുടെ വഴിക്ക് പോയി. ഞാനതിന് ശേഷം ഓഫീസിൽ പോയതിനു ശേഷം കുറേ കഴിഞ്ഞ് ഇവിടുത്തെ കെയർടേക്കറെ വിളിച്ചു ചോദിച്ചു, പിന്നെ എങ്ങനെയുണ്ട് ഫിലിം സ്ക്രീനിങ്? പറഞ്ഞു, സാർ ആദ്യത്തെ സിനിമ എല്ലാവരും കണ്ടു, രണ്ടാമത്തെ സിനിമ ഇട്ടപ്പോൾ അതിനകത്ത് ഒരുപാട് സ്ക്രാച്ചൊക്കെ ഉള്ളതുകൊണ്ട് അത് മുൻപോട്ട് പോയില്ല. അപ്പോൾ പകുതിയിലേറെ പേർ പോയിരുന്നു. മൂന്നാമത്തെ സ്ക്രീനിങ് എന്നൊരു കാര്യം ഉണ്ടായതേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും പറഞ്ഞവർ രണ്ടുപേരും ടെലിവിഷൻ ചാനലിൽ റിപ്പോർട്ടർമാരായി ചേർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു സത്യജിത്രയെ നമ്മളിവിടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇന്റർനാഷണൽ ഫിലിംസ് കാണാൻ വരുന്നുണ്ട്. ഞാൻ ഇവരിൽ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര സത്യജിത്രയുടെ എത്ര സിനിമ കണ്ടിട്ടുണ്ട്? ഋതു കട്ടക്കിന്റെ സെന്റിനറി ആഘോഷിക്കുന്ന വർഷമാണ്. എത്ര സുവർണരേഖ കണ്ടിട്ടുണ്ടോ? മെഗതക്ക താര കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അവർക്ക് പോളിഷ് പിന്നെ കൊറിയൻ സിനിമയെക്കുറിച്ച് അറിയാം, ചൈനീസ് സിനിമയെക്കുറിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ സിനിമ ചിലപ്പോൾ അറിയായിരിക്കും. നമുക്ക് ഇതിന് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള നിരൂപണവും അത്തരം ഒരു രീതിയിലുള്ള ഈ മലയാള സിനിമയിൽ തന്നെ ഉണ്ടായിട്ടുള്ള നവസംരംഭങ്ങളെ കുറിച്ചുള്ള നിരൂപണങ്ങൾ ആ രീതിയിൽ ഉണ്ടായാൽ
തീർച്ചയായിട്ടും ഇതായിരിക്കില്ല കുറച്ചുകൂടി ഞങ്ങളുടെ തലമുറ ഒരു എങ്ങനെയാണോ സിനിമാ തിയേറ്ററുകളെ സമീപിച്ചത്, ഞങ്ങളെ അങ്ങോട്ട് ആകർഷിച്ചത്, കാന്തശക്തിയോടെ ആകർഷിച്ചത്. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വളരെ സജീവമായിരുന്ന കാലഘട്ടത്തിൽ അതിനകത്ത് അംഗത്വമെടുക്കാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചതൊക്കെ ഈ നിരൂപണത്തിൻ്റെ അന്നുണ്ടായ ഇവരിൽ കുറച്ചു പേർ എഴുതിയ ലേഖനങ്ങൾ, ആ പഠനങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നിരൂപണത്തിൻ്റെ പ്രസക്തി എന്നൊരു ചർച്ചയുടെ ആവശ്യമേ ഇല്ല. നിരൂപണത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഇമാതിരി ഇന്നത്തെ മലയാളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള വളരെ ഉപരിപ്ലവമായ, വാസ്തവത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. ഫേസ്ബുക്ക് കണ്ടിട്ട് ഞാൻ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് പിന്നെ കുറച്ച് സിനിമകൾ കാണാൻ പോയിട്ടുണ്ട് മലയാളത്തിൽ. ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ഗ്രേറ്റ് എന്നും പറഞ്ഞിട്ടുള്ള അയ്യോ അങ്ങോട്ട് എഴുതി തകർക്കുകയാണ്. അത് കാണാൻ പോയി പരാജയപ്പെട്ട് അത് കണ്ട് എനിക്ക് പിന്നെ എന്താ ഇന്റർവെല്ലിന് ഇറങ്ങിപ്പോകാൻ പൈസ ചിലവാക്കിയല്ലേ, 200-250 രൂപ ചിലവാക്കിക്കൊണ്ട് ഇന്റർവെല്ലിന് ഇറങ്ങിപ്പോരാൻ വയ്യാതെ മുഴുവൻ കണ്ടു നിൽക്കേണ്ടി വന്നിട്ട് അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ ആരെയും കുറച്ച് കാണിക്കാൻ വേണ്ടി പറയല്ല. പക്ഷെ അങ്ങനെ ഒരു രീതിയിലും നിരൂപണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ നിരൂപണത്തിന് നമുക്ക് കുറച്ചുകൂടെ ബലവത്തായ, കുറച്ചുകൂടെ ആരോഗ്യപരമായ, കുറച്ചുകൂടെ നമുക്കൊരു ഇൻസൈറ്റ് തരുന്ന, ഉൾക്കാഴ്ച പകരുന്ന നിരൂപണം